ഒന്നുമില്ല, ഇത് വെറുതെ തോന്നണ അതൊക്കെ. അല്ല ഈ കസാല എടുത്തു. എന്നോട് ദേഷ്യം തോന്നുന്നു. ഷൈൻചേട്ടന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ എവിടെ പോകുന്നു? അത് മോഹൻലാല്, സുരേഷ് ഗോപി പിടിക്കുക. മോഹൻലാലല്ല ഇപ്പൊ ഞാൻ വേണി നടുക്ക് കിടക്ക്, എന്നെ വെട്ടിക്കോ. സുരേഷ് ഗോപിയെ വെട്ടിക്കളഞ്ഞു. ജോഗിങ് ആണ് പടി. മാത്രം വിളിച്ചില്ല. അതിലൊരു വീട് വേണു. മലയാള സിനിമ കണ്ടിട്ടല്ല. നമ്മളെ കുറെ പേര് കാണിക്കിട്ട് കളിയാക്കിട്ടോ. അത് കുഴപ്പമില്ല, നല്ലതാണ്. ഇതിപ്പോ എങ്ങടെ പോണ്ട്? എങ്ങോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ചില സമയത്ത് ചിലർ കാണിക്കുമ്പോ ഞാൻ കാണിക്കാത്തൊക്കെ പേര് കാണിക്കും. ഒന്നും പ്രശ്നമൊന്നുമില്ല. ഈ ടൂടെക്സ് കളറിന്റെ ഞാൻ ഓർക്കാരം പറയട്ടെ, ആ ഇവൻ ആരാ വിളിച്ചത്? മിമിക്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ശബ്ദം ചെയ്യാൻ പറ്റില്ല, നമ്മൾ തോന്നിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് ആ ഒരു മാനേജർ കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട്. ഇപ്പൊ ഷെയ്നൊക്കെ കൂടുതൽ അത് അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ നമ്മുടെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അബീക്കായിരുന്നു നമ്മുടെയൊക്കെ. അത് ആ വ്യക്തിക്ക് തീരെ തോന്നൂല എപ്പോഴും. ആ വ്യക്തിക്ക് ഒരിക്കലും തോന്നില്ല. ഇതിപ്പോ എന്റെ ശബ്ദം ഇപ്പൊ ഇരുന്നിട്ട് ഞാനൊക്കെ പണ്ട് പോയി മമ്മൂക്കയുടെ അലേന്റെ ഒക്കെ സൗണ്ട് എടുക്കുമ്പോ അവരെ എന്തായാലും വിചാരിച്ചു നമ്മളെ കൊല്ലുള്ള ദേഷ്യം ഉണ്ടാവുന്നു ആക്ച്വലി. അത് അല്ല, ഞാൻ ലാൽ സാറിന് നമ്മളെ ഡയറക്ടർ ലാൽ സാറിന് ഉണ്ടല്ലോ, ലാൽ സാറിന് ഏറ്റവും കലിപ്പാണ് ലാൽ സാറിന്റെ വോയിസ് എടുക്കുന്നത്. അപ്പൊ ഒരിക്കലും ഇപ്പൊ വേറെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് കറക്റ്റ് ലാൽ സാറാന്നൊക്കെ പറയാൻ, പക്ഷെ ലാൽ സാറിന് ഒരിക്കലും അത് തോന്നില്ല. അതൊന്നും ലാൽ സാറിന് ലാൽ സാർ ഇപ്പൊ ലിറ്റിൽ ആർട്സിന്റെ പ്രൊമോഷൻ വന്നേക്കാണ്. ഒരുപാട് സന്തോഷം. എന്നെ മാത്രം വിളിച്ചില്ല. അതിലൊരു വീട് വേണു. ഇതിലാണ് അല്ല ഡയലോ മറ്റേ ആ വേർഡ്സ് എന്നെ മാത്രം വിളിച്ചില്ല. അറിയാറില്ല. മലയാള സിനിമ കണ്ടിട്ടല്ല. ഇതിലാണ് ആക്ച്വലി ചില സീക്വൻസുകളിലെ സംഭവങ്ങൾ അതാ ഞാൻ പറഞ്ഞു. ചില മാനറിസങ്ങളാണ് ചില എപ്പോഴും ആൾക്കാർക്ക് ഏറ്റവും നോട്ടീസ് ആയ സാധനത്തിന് നമ്മൾ എൻഹാൻസ് ചെയ്ത് കാണിക്കും. ഇപ്പൊ ഷെയ്ൻ ബ്രോ ശരിക്കും ഇങ്ങനെയൊന്നുമല്ല, നമ്മൾ മിമിക്രിയിൽ അത് രജിസ്റ്റർ ആവണമെങ്കിൽ നമ്മളെ കുറെ പേര് കാണിക്കിട്ട് കളിയാക്കിട്ടോ. അത് കുഴപ്പമില്ല, നല്ലതാണ്. കളിയാക്കുന്നതല്ല, നമ്മള് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇഷ്ടം തോന്നിയാൽ മാത്രമേ ആരെങ്കിലും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഷെയ്ൻ ചേട്ടനായ പോലും നമുക്കൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പിള്ളേരൊക്കെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കളിയാക്കി പോവാ. നമ്മളെക്കാളും കൂടുതൽ വ്യൂസ് അവർക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു, ഓരോരുത്തരുടെ കാല് തട്ടുമ്പോൾ റിയാക്ഷൻ. അതുപോലെ ജോഗിങ്ങിന് പോകുമ്പോൾ അത് ഷൈൻ ചേട്ടനെ കാണിക്കാൻ അത് ഷെയ്ൻ ബ്രോ ജോഗിങ്ങിന് വേണമെങ്കിൽ ഓടണമെന്ന് വെച്ചു. ജോഗിങ് ആണ് പടി. ഷെയ്ൻ ചേട്ടനാണെങ്കിൽ ഇപ്പൊ ഒന്ന് ഇവിടെ ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കണം. ജോഗിങ്ങിന് പോകണം ഷെയ്ൻ ചേട്ടൻ. പുള്ളി ജോഗിങ്ങിന് പോവാണ് ഷെയ്ൻ ചേട്ടൻ. അപ്പൊ ഇവിടെ ഇതൊരു സങ്കല്പം മാത്രം. സങ്കല്പം അല്ല എന്നെ മറക്കരുത്. അല്ല ഞാൻ പറയുന്ന ശബ്ദം ഇതൊന്നല്ല, രീതി കേട്ടോ. ഷെയ്ൻ ചേട്ടൻ വന്നു. ജോഗിങ്ങിനോ ഇങ്ങനെ ആയിരിക്കുന്നു. ഇതിപ്പോ എങ്ങടെ പോണ്ട്? എങ്ങോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് ചില സമയത്ത് ചിലർ കാണിക്കുമ്പോ ഞാൻ കാണിക്കാത്തൊക്കെ പേര് കാണിക്കും. മനസ്സിലായോ? അല്ല ഇത് ചേട്ടൻ ചെയ്തല്ല, ഇത് ചെയ്യുന്നല്ല. പോയാൽ ആയിരുന്നെങ്കിലോ എന്നാലും കാണിക്കുമ്പോ അറിയാം എന്റെ ബുദ്ധിമുട്ട്. കുറച്ച് ബ്രോ അതൊന്നും എന്തെങ്കിലും പഠിക്കും. അതല്ല, കുറച്ച് മുമ്പ് ഇത് നമ്മൾ പിടിക്കുന്ന എവിടെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് മുമ്പ് നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പൊക്കി നോക്കിയാലേ കാണുള്ളൂ. അതെ റെഡ് ബുൾ അവിടെ ഇത് പൊക്കി നോക്കിയാലേ അവിടെ എന്തെങ്കിലും വെച്ചാലേ കാണുള്ളൂ. അത് റെഡ് ബുൾ ആയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ എടുത്തിട്ട് അത് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് കാണിക്കും. പെൺകുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല, പെൺകുട്ടികളെ അടുത്ത സേഫ് ആയതുകൊണ്ട് മൈമയുടെ കിട്ടാൻ പെട്ടു. എല്ലാത്തിനും ഒരേപോലെ സംസാരിക്കൊണ്ട് മൈമയുടെ മറ്റേ ഡയലോഗ്സ് അറിയോ? ഷെയ്ൻ ചേട്ടൻ നേരത്തെ ചോദിച്ചൊരു കാര്യം, ഇപ്പൊ വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നാറ്, ഇപ്പൊ ബാലച്ചേട്ടനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറ്. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മൂപ്പരെ ഇമിറ്റേറ്റ് ചെയ്തു. എന്നൊരു കാര്യം ചെയ്യൂ. ബാല പുള്ളി മൂപ്പര് വീട്ടിലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടം. അത് സാധാരണ അങ്ങനെ തോന്നുന്നു. പുള്ളി പറയുന്നത് കറക്റ്റ് ആണ് നീ ചെയ്യുന്നതെന്നാ പറയുന്നത്. ബാലചേട്ടനൊക്കെ ലിറ്റിൽ ആർട്സിന് വന്ന എന്തായിരിക്കും? ബാലചേട്ടൻ ഇവിടെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നേക്കും. അപ്പൊ ഇവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ബാലചേട്ടനായിട്ട് ചോദിക്കും. വളരെ ലാജിക് ആയിട്ട് ചോദിക്കട്ടെ. വേറെ ആൾക്കാരെ നമുക്ക് ശരിയായിട്ട് ഞാൻ ഓർക്കാരം പറയട്ടെ, ഇവൻ ആരാ വിളിച്ചവിടെ? എന്നാരാ വിളിച്ചെന്നാ? ഞാൻ പല തവണ പറഞ്ഞിട്ട് സൈനായിട്ട് ഞാൻ
இன்டர்வியூல வரல நான் ஒரு റീസൺ പറയാം ഞാൻ ഒരു പടത്തില് ഞാൻ ഡയറക്ട് ചെയ്യാൻ പോകുന്ന ഒരു പടത്തില് വിളിച്ചു ഞാൻ വിളിച്ചു അത് എനിക്ക് ഡേറ്റ് തന്നില്ല ഡേറ്റ് തന്നില്ല ഡേറ്റിങ്ങിനല്ലോ ഡേറ്റിങ്ങിനല്ല ആ സിനിമ ഒരു വലിയൊരു സിനിമ സെൽവന്റെ കല്യാണം അതിൽ സെൽവൻ മടത്തിരിക്കണ സമയത്താണ് വന്നില്ല അത് റാങ് അല്ലേ സോ അതുകൊണ്ട് എനിക്ക് അവനായിട്ട് ആ കഥ പറഞ്ഞു വേറെയും കുറെ കഥകൾ പറഞ്ഞു അതിവിടെ പറയാൻ പറ്റില്ല ഇല്ല വേറൊരു കഥ ഉണ്ടായിട്ടില്ല ബിഹൈൻഡ് ദ ക്യാമറ പറയാൻ പറ്റുള്ളൂ അത് ഇവര് പറഞ്ഞു കളഞ്ഞ അസിംഗം അസിംഗമൊന്നുമല്ല അതിൽ നിന്നല്ല എല്ലാം സ്റ്റാർട്ടിങ് അതങ്ങനെ അസിംഗമാകും ഇല്ല അത് നമ്മൾ എനക്ക് അസിംഗം നിനക്ക് അസിംഗം ഉണ്ടാവില്ല അസിംഗമായിരിക്കും ചിലപ്പോ ഞാൻ തിരിച്ച് തമിഴ്നാട്ടിൽ പോണം അവിടെ ലൈസൻസ് വേണ്ട അതാണ് പ്രശ്നം അത് നല്ല മറുപടി എഴുതിയത് ആവശ്യമില്ലേ അത് ചോദിക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ഇല്ലെന്ന് തോക്കിന്റെ കാര്യം വന്നപ്പോ തോക്കിന്റെ ലൈസൻസിന്റെ ആ വാർത്ത അത് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്റെ പേഴ്സണൽ കാര്യം പേഴ്സണൽ ഞാൻ ചിലപ്പോ തോക്ക് വെക്കും വാള് വെക്കും അതൊന്നും ചോദിക്കാൻ പാടില്ല വാള് വെച്ചാൽ ചോദിക്കും വാള് വെച്ചാലേ ചോദിക്കും ആരോടെ വാള് വെച്ചു ആ വാളല്ല ഇത് വേറെ അരിവാൾ അപ്പൊ അങ്ങനെ മഹിമേടെ ഇവരുടെ ഈ മുടിയിൽ ചെയ്ത കലർ ഏതാ ഇനി വേറെ അല്ല എനിക്ക് ചെയ്യാൻ വേണ്ടിട്ട് കാരണം ഞാൻ പുതിയൊരു കണ്ണാടി വാങ്ങിച്ചു അതിന്റെ കളർ ഇതുപോലത്തെ വളരെ നന്നായിട്ട് ചെയ്യാറുണ്ട് ഞാൻ ഒരു പുതിയ പടത്തിൽ വിളിക്കുന്നുണ്ട് എന്നോട് നമുക്ക് ഡിസ്കസ് ചെയ്യണം പടത്തിന്റെ പേര് ഇട്ടിട്ടില്ല അത് ഇടാൻ പോകുന്ന ഒരു പുതിയ പടം ഞാനാ നായകൻ ഹീറോനാണ് എനിക്ക് ഇവിടെ കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞു അതൊക്കെ പറയാൻ വേണ്ടിട്ട് വന്നതെന്ന് മനസ്സിലായി ഷെയിന്റെ പേരും പറഞ്ഞിട്ട് അത് പിടിച്ചോളൂ അവിടെ സ്കോർ ചെയ്തോളൂ ചേട്ടാ എന്ത് സ്കോർ ചെയ്ത് അല്ലല്ല സ്കോറിന് വിട്ടിട്ട് ആള് മനസ്സിലായിട്ട് കാര്യമില്ല എങ്ങനെ ഉപയോഗിക്കാറുണ്ട് അത് അല്ല ഈ പറഞ്ഞ ക്രിക്കറ്റ് കളിയിൽ സ്കോറേ സ്കോർ ഉപയോഗിക്കാറുണ്ടോ സ്കോർ ഉപയോഗിക്കാറുണ്ടോന്നല്ല സ്കോർ ചെയ്തു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പിന്നെ പറഞ്ഞ അത് എന്റെ ഒരു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു അതെന്താ ഞാൻ പറഞ്ഞു ശരിയാവില്ലേ അല്ല അങ്ങനെ ചേട്ടൻ പറഞ്ഞോ രണ്ടുപേരും പറയാം നമുക്ക് 3 പേര് അല്ല നമുക്കിത് കഴിഞ്ഞു ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം. സാന്ദ്രേച്ചിനോട് ചോദിച്ചു സാന്ദ്രേച്ചി മനസ്സിലായോ സ്കോർ എന്ന് പറഞ്ഞാ മനസ്സിലായില്ല മനസ്സിലായ സുമേഷനോ ഇപ്പൊ ജനിച്ചിട്ടുള്ള എല്ലാരും കൈലാസേട്ടന് മനസ്സിലായോ? നിങ്ങൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. എനിക്ക് ആയവരും മിണ്ടത്തില്ല. ആ ജനറേഷനെ മനസ്സിലാവും. മനസ്സിലായ എനിക്ക് മനസ്സിലായി. എന്നാ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പനി ഇല്ലാതിരിക്കുകയാണ്. എവിടെ മാത്രം അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ആ കൊച്ചിനെ എന്തെങ്കിലും എനിക്ക് വേണ്ട എനിക്ക് ഷൈൻ ചേട്ടൻ വെള്ളാപ്പള്ളി നടേശൻ മഹിമ എടുക്ക് എനിക്ക് വേണ്ട. കെട്ടാനുള്ള കാര്യമല്ല പറഞ്ഞിട്ട് അംബരീഷ് പുരിയുടെ ട്രൈ സിദ്ദിഖ് ചെയ്ത പോലെ ചെയ്താൽ മതി. ഞാൻ ഈ ശബ്ദം വെച്ച് ഞാൻ ഇങ്ങനെ വെള്ളാപ്പള്ളി നമുക്ക് കേട്ടു ഒന്ന് കാണിച്ചു കൊടുക്കും. പറഞ്ഞാല് അത് മഞ്ഞ നിറത്തിലുള്ള പുള്ളിയുടെ ഡയലോഗ്സിന്റെ പ്രത്യേകത. ഞാനും ചങ്ങനാശ്ശേരി സുകുമാരനും കൂടി ഒരു യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം ആ യോഗം ഏതാണുള്ളത് പറഞ്ഞോ ഒന്നും മനസ്സിലാവണമെന്നില്ല. എങ്ങനെ ചെയ്യാം? SNDP അത് പറ SNDP എന്ന് പറയാറില്ലേ? എനിക്ക് വരുന്നില്ല. അങ്ങനെ പറ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ എങ്ങനെ എങ്ങനെ അല്ലെ തൊണ്ട അത് ഞാൻ വാള് വെച്ചിട്ടില്ലേ? ഇതുവരെ ഛർദിച്ചിട്ടില്ല. അതിനാണ് പാടുന്നത്. അല്ല അതല്ല ഭക്ഷണം ഫുഡ് പോയ്സൺ ഒക്കെ ഛർദിച്ചിട്ടില്ല. ചുമ്മാതെ
പറ്റും മഹിമ. സന്തോഷ് പണ്ഡിറ്റിന്റെ സൗണ്ട് എല്ലാം തുറന്നു. എനിക്ക് വേണ്ട സന്തോഷ് പണ്ഡിറ്റോ ആരും വേണ്ട എനിക്ക്. അല്ല ചെയ്യണം. അല്ല ഇതൊരു ഗെയിമാണ്. അവർ രണ്ടുപേരും ഒരു സ്പോർട്സ്മാൻ ജസ്റ്റ് ട്രൈ ചെയ്താൽ മതി. നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്തോ. ആരും വേണ്ടെന്നുണ്ട് പറ്റും. അങ്ങനെയൊന്നും ഇപ്പൊ തീരുമാനം എടുക്കല്ലോ. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്താ ചെയ്യാൻ പറ്റുന്നത് ഏതാ ഉള്ളത്? എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് വേണമെങ്കിൽ ഞാൻ ചെയ്യും. ഭരതനാട്യം ഭരതനാട്യം ചെയ്താൽ മതിയാ. അല്ല എന്നാലും നമ്മുടെ ഗെയിമിൽ ഒരു ശബ്ദം ഒന്ന് just try പെൺകുട്ടികളുടെ ചെയ്താൽ സൗണ്ട് മതി. എടുക്കും. KPCL സൗണ്ട് എടുക്കും. എനിക്കറിഞ്ഞൂടാ. ഫിലോമിന. കാണിച്ചു തന്നാണ് ഞാൻ ട്രൈ ചെയ്യാം. ഡയലോഗ് പറഞ്ഞുതരാം ഫിലോമിൽ ചേച്ചി. എനിക്കറിഞ്ഞൂടാ സൗണ്ട് എടുക്കാൻ. നിങ്ങൾ ഡയലോഗ് പറഞ്ഞത് ഞാനിങ്ങനെ എനിക്ക് കാണിച്ചു തന്നില്ലേ? അതല്ല ഞാനിപ്പോ മറ്റേ അല്ല ഫീമെയിൽ വോയിസ് ആരെങ്കിലും കാണിച്ചാ ഞാൻ ട്രൈ ചെയ്യാം. ഫിലോമിന ചേച്ചി ശബ്ദം ഞാൻ ഡയലോഗ് പറഞ്ഞു കൊടുക്കാം. ഡയലോഗ് പറഞ്ഞു ശോഭന ചേച്ചി. അത് കറക്റ്റ്. ശോഭന എന്നൊക്കെ പറഞ്ഞ് നടന്ന് വിളിച്ചിരുന്നല്ലേ. ഷൈൻ ചേട്ടൻ നമുക്ക് സുരേഷ് ഗോപി ഗംഗേനെ നമുക്ക് മഹിമനാക്കാം. ഒന്ന് അവർ ആ ഒരു പ്ലാൻ ഞാൻ ഡയലോഗ് പറഞ്ഞു. ഞാൻ വേണി നടുക്ക് കിടക്കും എന്നെ വെട്ടിക്കൊല്ല. അത് ചെയ്യാം അത് ചെയ്യാം. ഇല്ല അപ്പൊ ഞാൻ മാറി. ഷൈൻ ചേട്ടൻ ആദ്യം ചോദിക്കണം, ഗംഗ ഇപ്പൊ അവിടെ പോകുന്നു ചോദിക്കണം. എന്താ അല്ലിക്ക് അവരുടെ എടുക്കാൻ പോകുന്നില്ലേ? അല്ല അല്ലേക്ക് ആഭരണം എടുക്കാൻ പോകുന്ന കാര്യം അത് ഞാൻ പറയാം. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? ഇപ്പൊ എവിടെ പോകുന്നു? അത് മോഹൻലാൽ. സുരേഷ് ഗോപി പിടിക്കുക. മോഹൻലാലല്ല ഇപ്പൊ ഞാൻ. അല്ല സുരേഷ് ഗോപി. അപ്പഴത്തേക്ക് ലാലേട്ടനായി പോയി. ഗംഗ ഇപ്പൊ എവിടെ? അല്ല ലാലേട്ടനാണ് എനിക്ക് ഇഷ്ടമുള്ളത് കുറച്ചുകൂടി. അല്ല സുരേഷ് ഗോപിയാണ് ഇവിടെ ക്യാരക്ടറിൽ വേണ്ടത്. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അല്ലിക്ക് ആഭരണം എടുക്കാൻ. ഗംഗ പോവണ്ട. ഗംഗ പോവണ്ട. അല്ല ഞാൻ പറഞ്ഞതാണല്ലോ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകുന്നു. ഗംഗ ഇപ്പൊ പോവണ്ട. അതെന്താ ഞാനിപ്പോ പോയാല്? ഗംഗ പോവണ്ടെന്നല്ലേ പറഞ്ഞു. പോവണ്ടെന്നല്ലേ പറഞ്ഞത്. പിന്നെന്തായിരുന്നു? മാട്ടേ നീ എന്നെ ഇവിടെ നിന്നെങ്ങും വിടുമാട്ടേ. എന്നെ ഇങ്ങനെ എങ്കിലും പോകാൻ വിടമാട്ടേ. അയോഗ്യ നായ. കൊന്ന് ഒരത്തത്തെ കുടിച്ചു. ഒന്നുമില്ല, ഇത് വെറുതെ തോന്നണ അതൊക്കെ. അല്ല ഈ കസാര എടുത്തു. എന്നോട് ദേഷ്യം തോന്നുന്നു. ഷൈൻ ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പറഞ്ഞു. അല്ല ഇതും കൂടെ പറയണം. ഇങ്ങനെ എന്റെ ഗംഗക്കൊന്നുമില്ല. ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഈ ടൂടെക്സിന് കളറിന്റെ എല്ലാം എന്തെങ്കിലും എടുത്ത് എറിയായിരുന്നു. എന്താ എടുത്തെറിയട്ടെ? പൊട്ടാൻ ഞാൻ അയ്യോ അത് സുമേഷേട്ടന്റെ വീട്ടിലെ കറിപ്പാത്രം. സുമേഷേട്ടൻ എന്തൊക്കെയൊക്കെ ഇപ്പൊ പോകണ്ട. മുല്ലവാളെണ്ണാണ് വരുന്നത് സുരേഷ് ഗോപി സൗണ്ട് എടുക്കുമ്പോ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഇട്ടില്ല. അടിപൊളിയായിട്ടുണ്ടല്ലേ? അതിലൂടെ ചെയ്തു. ഇതാണ് പറഞ്ഞത്. എന്താ വേറെ ലെവലായി ശരിക്കും യക്ഷി വന്ന പോലെ. ഇല്ല ഇപ്പൊ വെറുതെ ആദ്യമായിട്ടാണ് പറഞ്ഞത്. അല്ല കേട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ഇല്ല ഇതുവരെ ഡയലോഗ് ചെയ്ത് നോക്കിയില്ല. അത് ചെയ്ത് നോക്കാത്ത കുട്ടികളെ ഉണ്ടാവില്ല അല്ലെ? സത്യമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഫാമിലി ഗെറ്റ് ടുഗദറിൽ ഞങ്ങൾ ഇങ്ങനെ ചിട്ടെടുത്തിട്ട് രണ്ടുപേരും മാറിയിട്ട് ചെയ്ത് കളിക്കും. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ടിക്ടോക്ക് വന്ന സമയത്തൊക്കെ ട്രൈ ചെയ്യാം. അതൊന്നും ഇഷ്ടമുണ്ടാവില്ല റീൽസിലൊന്നും. ചെയ്തിട്ടുണ്ട് ഞാൻ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്.